ഇമെയിലിൻ്റെ ഫോമാറ്റ് ഒന്ന് നോക്കണേ. ഇമെയിൽ, ലെറ്റർ അങ്ങനെയുള്ള ഡിസ്കോഴ്സുകളൊക്കെ ഇല്ലല്ലോ ഫോമാറ്റ്. എന്താണ് പിന്നെന്താ ഇമെയിൽ, ലെറ്റർ, ഡയറി അങ്ങനെയുള്ള ഡിസ്കോഴ്സുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കോളം വരച്ച് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കരുത്, നല്ല വൃത്തിയിൽ വരയ്ക്കണം കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്ററിൻ്റെ അതേ സെയിം സംഭവം തന്നെ, പക്ഷേ ഇത് ഇൻ്റർനെറ്റിലൂടെയാണ് നമ്മൾ ഡാറ്റാസ് കൈമാറുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇമെയിലിൻ്റെ ഒരു ഫോമാറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്രം അഡ്രസ്സ് കൊടുക്കുക, ടു അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ CC BCC ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ്, സബ്ജക്റ്റ്, ഈ 3 കാര്യങ്ങൾ ഉണ്ടായാലും മതി കേട്ടോ. ഫ്രം അഡ്രസ്സിൽ എന്താണ് കൊടുക്കുക? ആരാണോ ലെറ്റർ എഴുതുന്നത് ആളുടെ ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഓൺലി സ്മോൾ ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് എഴുതുക അല്ലേ. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള എന്താണ്? മൈ ഇംഗ്ലീഷ് ക്ലാസ് 1 2 3, പിന്നെ @gmail.com. ഇതാണ് ഇമെയിൽ ID നമ്മൾ ആഡ് ആക്കേണ്ട സംഭവം അല്ലേ. സ്പേസ് ഇല്ലാണ്ട് എഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഫ്രം അഡ്രസ്സ്, അതായത് ആരാണോ എഴുതുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാം, ആരാണ് എഴുതുന്നത്, ആർക്കാണ് എഴുതുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇമെയിൽ ID എഴുതുക. എന്താണ്? ഫ്രം അഡ്രസ്സ്. ടു അഡ്രസ്സിലും ആർക്കാണോ കൊടുക്കുന്നത് വെച്ചാൽ ആ ആളുടെ ഇമെയിൽ ID നമ്മൾ തന്നെ ഉണ്ടാക്കി എഴുതുക. ദെൻ CC BCC എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് എഴുതിയാലും ഇല്ലെങ്കിലും മാർക്കിന് ബേസ് ആവില്ല കേട്ടോ, മാർക്കിനെ ബാധിക്കില്ല. പിന്നെ നെക്സ്റ്റ് ഇത് വെറുതെ അവിടെ ഇങ്ങനെ എഴുതിയിട്ടാൽ മതി, CC BCC, വേറെ അവിടെ ഒന്നും ഫില്ല് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട. നെക്സ്റ്റ് സബ്ജക്റ്റ് എഴുതുക. ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാം എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്, എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഇമെയിൽ എഴുതുന്നത് എന്നുള്ള സബ്ജക്റ്റ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതും കൂടി ആ സബ്ജക്റ്റ് ഇവിടെ എടുത്ത് എഴുതുക. നേരെ ജസ്റ്റ് നമ്മളുടെ ലെറ്റർ പോലെ തന്നെയാണ് അല്ലേ. ലെറ്ററിലാണെങ്കിൽ നമ്മൾ എന്താണ് ഇമെയിൽ ID ആവില്ല. ഫ്രം അഡ്രസ്സായിട്ട് നമ്മൾ ആരാണോ എഴുതുന്ന ആളുടെ അഡ്രസ്സ്, ഹൗസ് നെയിമും പ്ലേസ് നെയിമും കൊടുക്കും. ടു എന്ന് പറഞ്ഞിട്ട് ആളുടെ എന്താണ് അവരുടെയും ഇതുപോലെ പ്ലേസ് നെയിമും അല്ലെങ്കിൽ ഓഫീസ് നെയിം ആണെങ്കിൽ അത് അങ്ങനെ കൊടുക്കും അല്ലേ. അതേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഇമെയിലിലേക്ക് വരുമ്പോൾ ഇമെയിൽ ID കൊടുക്കുക എന്നുള്ളതേ മാറ്റുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ലെറ്ററും ഇമെയിലും സെയിം തന്നെയാണ്. സല്യൂട്ടേഷൻ കൊടുക്കുക. റെസ്പെക്റ്റഡ് സർ, ഡിയർ സർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാഡത്തിനാണെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം, ഡിയർ മാഡം എന്നൊക്കെ പറയാം. ഡിയറൊന്നും കൊടുക്കുക, റെസ്പെക്റ്റും കൊടുക്കുക, രണ്ടും സെയിം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളൊരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് കസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലേ. അങ്ങനെയുള്ള ചേഞ്ചസ് അവിടെ വരുത്തുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ബോഡി ഓഫ് ദി ലെറ്റർ സെയിം നമ്മൾ ലെറ്ററിലും ബോഡി ഓഫ് ദി ഇമെയിൽ ലെറ്ററിലും നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ, കണ്ടൻറ്റ് അല്ലേ, മെയിൻ കണ്ടൻറ്റ്, കൺക്ലൂഷൻ. സെയിം ഇവിടെ അതുപോലെ തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, മെയിൻ കണ്ടൻറ്റ്, ക്വസ്റ്റ്യനിൽ നമുക്ക് ആ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ഇവിടെ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കുറച്ച് ഒരു 4-5 സ്റ്റാർട്ടിങ് സെൻറ്റൻസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഐ സെൻഡ് ദിസ് മെയിൽ ടു ഡ്രോ യുവർ അറ്റൻഷൻ ടു ദ ഫോളോയിങ് മാറ്റർ. ഞാൻ പറയുന്ന ഈ മാറ്ററിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിലോ ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻഫോം യു എ സ്പെഷ്യൽ മാറ്റർ അല്ലേ. പിന്നെ ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു അപ്രീഷിയേറ്റ് യു അല്ലേ, അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടിരിക്കട്ടെ ഈ സെൻറ്റൻസുകളൊക്കെ. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു കൺഗ്രാജുലേറ്റ് യു അല്ലേ. ഐ ആം സെൻഡിങ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ടു അവർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഇനാഗുറേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇമെയിലിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ സ്റ്റാർട്ടിങ് സെൻറ്റൻസിൽ മാറ്റം വരും കേട്ടോ. അതിന് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അടുത്തത് പിന്നെ കണ്ടൻറ്റ് അല്ലേ, അത് നമ്മളെ ക്വസ്റ്റ്യനിൽ പിന്നെ എന്താണ് അങ്ങനെ മെയിൻ കണ്ടൻറ്റ് അത് നമ്മളുടെ ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇമെയിൽ അയക്കേണ്ടത് എന്നുള്ളത് അത് നമ്മൾ സെയിം ലെറ്ററിൽ എഴുതുന്ന പോലെ തന്നെ കണ്ടൻറ്റ് എഴുതുക. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു സൂൺ അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നെയിം ആൻഡ് ഇമെയിൽ ID എഴുതുക. ഇവിടെ നമ്മൾ എന്താണ് നെയിം കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ അല്ല ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. എഴുതുന്ന ആളുടെ ഇമെയിൽ ID എഴുതുക. ഇവിടെ നമ്മൾ കൊടുത്ത ഇമെയിൽ ID തന്നെ എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ.